ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയാണ്. ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാനോ വീഡിയോ ഇടാനോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ തലേന്ന് വൈകുന്നേരം നല്ലൊരു മഴയൊക്കെ പെയ്തു, നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം വലിയ ചൂടൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് അതിനേക്കാൾ ഇരട്ടി ചൂട് ഇളകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ ഞാൻ രാവിലെ എൻ്റെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ആഴ്ചയിലൊരു ദിവസമാണ് എൻ്റെ മുസല്ലായും എൻ്റെ നമസ്കാര കുപ്പായും ഒക്കെ കഴുകിയിടുന്നത്. അത് വെള്ളിയാഴ്ച ദിവസം രാവിലെ ആയിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് ഇന്നലെ കഴുകാനായിട്ട് പറ്റിയില്ല. വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഞാനതങ്ങ് വിട്ടുപോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച എന്നൊരു ദിവസത്തെ പറ്റി ഞാൻ മറന്നുപോയി ഇന്നലെ. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ രാവിലെ വെള്ളിയാഴ്ച രാവിലെ എടുത്താണ് കേട്ടോ നമസ്കാര കുപ്പായൊക്കെ കഴുകുന്നത്. അതെൻ്റെ ഉമ്മയുടെ ഒരു ശീലമാണ് കേട്ടോ. ഉമ്മാക്ക് വെള്ളിയാഴ്ച രാവിലെ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉമ്മ ഉടനെ കൊണ്ടുവന്ന് പൊടി മുക്കി വെക്കും. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉമ്മ കഴുകി ഇടുകയും ചെയ്യും. അതുപോലെ ലുഹർ ആകുമ്പോഴത്തേക്കും അത് ഉണങ്ങി കിടക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അത് ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഉമ്മച്ചി മുടക്കാറില്ല. ഉമ്മച്ചി പറയും വെള്ളിയാഴ്ച ദിവസം രാവിലെ എണീറ്റ് ഇതെല്ലാം കഴുകി പറക്കി ഇട്ടിട്ട് വേണം നമസ്കരിക്കാനെന്ന്. അപ്പം ഞാനും അതുപോലെ തന്നെയാണ് പണ്ട് മുതലേ ചെയ്യുന്നത്. അപ്പം പക്ഷേ ഇന്നലെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി കേട്ടോ. ഞാനത് അത്ര ഓർത്തൊന്നുമില്ല. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം തിങ്കൾ ഏതാ വെള്ളി ഏതാ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഇന്നലത്തെ കാര്യങ്ങൾ മറന്നുപോയി. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടു. കൊണ്ടുപോയി അടിച്ച് നനച്ച് കഴുകി അങ്ങ് ഇട്ട്. കാരണം ഇന്ന് പത്തൊരു മദ്രസയുണ്ട്. രാവിലെ കൊണ്ടാക്കുന്നതിന് മുന്നേ ഇതെനിക്ക് കഴുകിയിടണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ സോപ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് വെള്ളം തോരാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കിടക്കുന്ന തുണികളെല്ലാം തലേന്ന് വൈകുന്നേരം കഴുകിയിട്ട തുണികളാണ് കേട്ടോ. അപ്പോൾ അത് ഇന്നലെ വൈകുന്നേരം മഴയുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് മഴയത്ത് കിടന്ന് ഉണങ്ങിയ തുണിയായിരുന്നു. പക്ഷേ അതെനിക്ക് പറക്കാൻ പറ്റിയില്ല. പറക്കി അകത്ത് കൊണ്ടുപോകാനായിട്ടുള്ള സാവകാശം കിട്ടിയില്ല. അപ്പോഴത്തേക്കും മഴ അങ്ങ് പെയ്തു. കോളില്ലാതെ പെയ്തൊരു മഴയായിരുന്നു കേട്ടോ. പെട്ടെന്ന് വന്നൊരു മഴയായിരുന്നു. അപ്പോൾ തുണിയെല്ലാം നനഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ ചെറിയൊരു വെയിലടിച്ചപ്പോൾ കണ്ടില്ലേ, പപ്പടം പോലെ കിടക്കുമല്ല. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ അങ്ങ് പറക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. ഇതിപ്പോൾ വിരിച്ചിട്ടിട്ട് ഇനിയിപ്പോൾ രാവിലെ ഞാൻ കാപ്പി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന കോലമാണിത്. ഇനിയിപ്പോൾ തുണിയെല്ലാം നനഞ്ഞു. ഞാൻ കൊച്ചിനെയും കൊണ്ടുപോയി മദ്രസയിലാക്കിയതിന് ശേഷമാണ് ഇനി ബാക്കി വീഡിയോ എടുക്കുന്നുള്ളൂ. 9 മണിക്കാണ് മദ്രസ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ചൂട് കാരണം 10:30 വിടും. അപ്പോൾ 9 മണിക്ക് മുന്നേ തന്നെ പള്ളിയിൽ എത്തണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്നിറങ്ങിയാലും ഇവിടുന്ന് താമസിക്കും. അപ്പോൾ ഇന്നിപ്പം എന്തായാലും ഞാൻ ഒരു 9 മണിക്ക് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ തുണി വിരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അത് എൻ്റെ മോളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ട്രൈപോഡ് ചെറിയൊരു പണി തന്നിട്ടിരിക്കുകയാണ് രാവിലെ. അപ്പോൾ അത് ഇങ്ങനെ കെട്ടിപ്പറക്കി വീണ്ടും വെച്ചുകൊണ്ടിരിക്കാനുള്ള ടൈം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ കൊച്ചിൻ്റെ കയ്യിലോട്ട് മൊബൈൽ കൊടുത്തിട്ട് പറഞ്ഞു നീ ഇച്ചിരി ഒന്ന് വീഡിയോ എടുത്തോളാനായിട്ട് കേട്ടോ. കുറച്ച് നേരം അവൾ വീഡിയോ എടുത്തു. പിന്നെ അതങ്ങ് അവളുടെ കയ്യിൽ നിന്ന് പോയി. കാരണം ഞാൻ വിരിക്കുന്നതൊന്നും അവൾ പിന്നെ പിടിച്ചില്ല. പിന്നെ അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് കണ്ട് അതൊക്കെ കട്ട് ചെയ്തിട്ട് ആദ്യം കുറച്ച് പിടിച്ചതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് കൊച്ചിനെ റെഡിയാക്കി ഞങ്ങൾ മദ്രസയിൽ പോയി. അവിടെ നിന്നപ്പോഴത്തേക്കും പാത്തുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്തുവിൻ്റെ വലിയപ്പടം മോള് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇല്ലെങ്കിൽ ഇനി പാത്തു ആരാ എന്ന് ചോദിക്കും. എൻ്റെ മോള് പാത്തുവിനെ ഞങ്ങൾ പാത്തു എന്ന് തന്നെ വിളിക്കുന്നത്. അത് സൈറ ഫാത്തിമ, ഇത് ഫാത്തിമ. ഇവളെ ഞങ്ങളും പാത്തു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പാത്തുവിനെ കണ്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞപ്പം സമയം പോയിട്ടുണ്ടായിരുന്നു. 9:30 മണിയായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ വീട്ടിലോട്ട് പോയിരുന്നിട്ട്, പള്ളി 10:30 വിടുന്നത്. പിന്നെ കയറി വീണ്ടും വരുന്ന സമയം ആകുമ്പോഴത്തേക്കും 10:30 ആവും. അപ്പോൾ അവിടെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞ് കൊച്ചിനെ വിളിച്ചിട്ടാണ് തിരികെ പോകുന്നത്. ഞാനാണെങ്കിൽ പരിപ്പും കുറച്ച് ചേന കഷ്ണവും കൂടെ ഉടച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട്, സാമ്പാറൊക്കെ വെക്കത്തില്ല, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടാട്ടോ പോയത്. അപ്പം അനിയത്തി അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പിടിച്ച്, അതാണ് സംഭവിച്ചത്. പിന്നെ ഞാൻ വന്നിട്ടാണ് കേട്ടോ അതിന് വറവിട്ടത്. കുറച്ച് മുളകും മല്ലിയും കുറച്ച് സാമ്പാർ പൊടിയും ഒക്കെ ചേർത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട്. ഇതിന് സാമ്പാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പാറല്ല, ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. നമ്മൾ ഉടച്ചേറി വെക്കത്തില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ലൂസാക്കി എടുത്ത് കേട്ടോ. ഞാൻ വന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഴിച്ചെറിയായിട്ടിരിക്കട്ടെ, വൈകുന്നേരം അപ്പോൾ ദോശ എങ്ങാനും ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ എടുക്കാമല്ലോ. മീനുണ്ട് കേട്ടോ, മീൻ ചൂരക്കുട്ടിയാണ്. അത് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. ഇപ്പോൾ ആദ്യത്തെ ഒഴിച്ച് കറി അവിടെ അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയൊരു കപ്പയ്ക്കൊക്കെ കുത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തോരൻ വെക്കാൻ വേണ്ടി. വേറെ പച്ചക്കറി ഒന്നും ഇരിപ്പില്ലായിരുന്നു.
അപ്പോൾ ദേ ഇനി എന്താ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ തയ്യാറെടുപ്പിലാണ്. മുറ്റമൊന്നും അടിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് അത്രയും വൃത്തികേടായി കിടക്കുന്നത്. മുറ്റം അടിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല, കാരണം ഭയങ്കര വെയിലല്ലേ, പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല കേട്ടോ, അത്രയ്ക്ക് ചൂടാണ്, അകത്തിരിക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ പുറത്തിറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഒരു തേങ്ങയൊക്കെ പൊതിച്ചെടുക്കുന്നുണ്ടേ. ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ ഒരു കമൻ്റ് ആയിട്ടെങ്കിലും കാണും, സ്ഥലമൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഞങ്ങൾക്ക് പ്ലേസൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചത്. ഞങ്ങൾ കൊല്ലം ചടയമംഗലമാണ് കേട്ടോ സ്ഥലം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോയുടെ അടിയിൽ ഒരു കമൻ്റൊക്കെ ആയിട്ട് ഇത് വരാറുണ്ട്, സ്ഥിരമായിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ, എവിടെയാണ് സ്ഥലം. എനിക്ക് തോന്നുന്നു പുതിയ പുതിയ കൂട്ടുകാർ വരുമ്പോഴാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതേ ഞാൻ തേങ്ങയൊക്കെ പൊതിച്ചുകൊണ്ട് വന്നിട്ട് തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരുമ്മി എടുത്തത് കുറച്ച് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. കപ്പയ്ക്ക കൊണ്ടുവന്നപ്പോഴത്തേക്കും കൊച്ചു കപ്പയ്ക്കായിരുന്നു കേട്ടോ. കപ്പയ്ക്ക എന്ന് പറയുന്നത് പപ്പായ കേട്ടോ, ഓമയ്ക്ക എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ കപ്പളങ്ങയോ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ പറയുന്നത് കപ്പയ്ക്ക എന്നാണ് കേട്ടോ. അപ്പം എന്തായാലും അതൊരെണ്ണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നോക്കിയില്ല, എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് ചുമപ്പടിച്ചു എന്ന്, ഒരു വിളഞ്ഞതിൻ്റെതാണോ എന്നറിയത്തില്ല. കുഞ്ഞ് കപ്പയ്ക്കയാണ്, പക്ഷേ ഈ ചൂടൊക്കെ കൊണ്ടാണോ എന്നറിയത്തില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് വിളഞ്ഞോ കളറടിച്ചോ പുഴുത്തോ ഒക്കെ പോകുന്നുണ്ട്. അപ്പം ഞാനിത് മീൻകറിക്ക് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ തേങ്ങ ഇതിലിട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ പൊടികളൊക്കെ ആയിട്ട്, പിന്നെ ചൂര ആയതുകൊണ്ട് ഒരു ഇച്ചിരി മസാല ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. കുറച്ച് പെരുംജീരകം ഉണ്ടല്ലോ, അത് ഞാൻ ചേർക്കാറുണ്ട്. എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് അരച്ചാണ് ഞാൻ ഈ കറി വെക്കുന്നത്. മുളക് കറിയാണ് കേട്ടോ. അപ്പോൾ അത് അടുപ്പിലോട്ടങ്ങ് വെച്ച് കൊടുത്തു. ഇതിനിടയ്ക്ക് ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു, അനിയത്തി അത് വാർത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അകമൊക്കെ ഒന്ന് തൂക്കണമായിരുന്നു. ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നു വല അടിച്ചിട്ടില്ല, റമദാന് വല അടിച്ചതാണ്, പിന്നെ അടിച്ചില്ല എന്ന്. ശരിക്കും അത് ഇന്നാണ് അടിച്ചത് കേട്ടോ, കാരണം അന്ന് അടിക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് ഇന്നാണ് വലയൊക്കെ അടിച്ചത്. അങ്ങനെ വലയൊക്കെ അടിച്ച് അവിടെയൊക്കെ ഒന്ന് തൂത്തു. ഇനി തുടയ്ക്കാനുണ്ട് കേട്ടോ, തുടപ്പ് ഉച്ച കഴിഞ്ഞിട്ടേ നടക്കത്തുള്ളൂ, കാരണം ഞാൻ പള്ളി മദ്രസയിൽ പോയി വന്നപ്പോഴത്തേക്കും താമസിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും എന്താ ഇന്നത്തെ തുടപ്പ് ഉച്ച കഴിഞ്ഞിട്ടേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെ, അല്ലെങ്കിൽ കിടക്കുന്ന ടൈം രാത്രി അങ്ങനെ തുടച്ചിട്ടങ്ങ് കിടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന് ഉണങ്ങിക്കോളും, നമ്മളൊന്ന് ചവിട്ടി കയറുന്നുമില്ലല്ലോ. അപ്പോഴും മിക്കവാറും രാത്രിയിലേ ഞാൻ തുടച്ചിടത്തുള്ളൂ. അപ്പോൾ ഇത് കപ്പയ്ക്ക ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കേട്ടോ, ചെറിയ ചുവപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് കഴിച്ച് നോക്കി മധുരം വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മധുരം ഇല്ല. മധുരം ഉണ്ടെങ്കിൽ ഒരു വല്ലാത്ത നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. ചിലപ്പോൾ മധുരം ആണെങ്കിലോ എന്ന് കരുതിയിട്ട് നമ്മുടെ തേങ്ങയെല്ലാം വേസ്റ്റായി പോകത്തില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മീൻ വറുക്കാൻ വേണ്ടി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതാണ് തൊട്ടടുത്ത് ഒരു പാൻ ഇരിക്കുന്നത് കേട്ടോ, അത് വറുക്കാൻ ഇട്ടിട്ടില്ല, പാൻ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ തിരുമ്മിയതിൻ്റെ ഒക്കെ വീണിട്ടുണ്ടായിരുന്നു പൊടികളൊക്കെ, അപ്പോൾ അവിടേക്ക് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ ചൂടായപ്പോൾ മീനൊക്കെ പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ വാരി തൂക്കി കേട്ടോ. ഈ കറിവേപ്പിലയാണ് എനിക്ക് ഏറ്റവും പ്രശ്നം. വാപ്പ എന്നെ വഴക്ക് പറയുന്നത് കരിവേപ്പില വാരി വിതറുന്നതിനാണ് കേട്ടോ. കറിയിലാണെങ്കിൽ എനിക്ക് കരിവേപ്പില തോനെ വേണം, അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് കരിവേപ്പിലയും തക്കാളിയും ഇല്ലാത്തൊരു കറി ഇല്ല എന്നാണ്. കരിവേപ്പില ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇടും കേട്ടോ, പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കും, കൂടിപ്പോയി കഴിഞ്ഞാൽ ചുമ്മാ വഴക്ക് കേൾക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ച് തന്നെയാണ് ഇടാറ്. ഞാൻ ഈ കപ്പയ്ക്ക എടുത്തപ്പോഴത്തേക്കും, കപ്പയ്ക്ക് എന്തായാലും മധുരം വെച്ചാൽ കുറച്ചല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് കരുതിയിട്ട് ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അങ്ങ് ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ. പക്ഷേ കറി അടുപ്പിലോട്ടാക്കി അരപ്പുമൊക്കെ ചേർത്തിട്ട് ഞാനത് ഓർത്തില്ല കേട്ടോ. ഇപ്പോൾ ഈ കൊച്ചുള്ളി നന്നാക്കുന്ന ടൈമിനാണ് ഞാൻ ശരിക്കും ക്യാരറ്റ് അവിടെ ഇരിക്കുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ അതൊന്ന് കഴുകിയിട്ട് ഗ്രേറ്റ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കപ്പയ്ക്ക് ഒരു പകുതി വേവോളം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ വന്നിട്ട് കൊച്ചുള്ളിയൊക്കെ ഒന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് അടർത്തിയിട്ടിട്ട് വെയിലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉണക്കക്കൊഞ്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ, അത് മാങ്ങയും കൂടെ ഒക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു പ്ലേറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ കയറി വാങ്ങിക്കോ. നമ്മളെ കുട്ടീസിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും കറികളും എല്ലാം അവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ.